ഹലോ ക്രിസ്മസ്. അങ്ങനെ കൊളംബോയിൽ ഇന്നലെ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 61 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ 175 എന്ന സ്കോർ പിന്തുടർന്ന പാകിസ്ഥാൻ വെറും 18 ഓവറിൽ 114 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മാൻ ഓഫ് ദി മാച്ച് ആയത് മറ്റാരുമല്ല, നമ്മുടെ ഇഷാൻ കിഷനാണ്. പുള്ളി 40 ബോളിൽ 10 4 3 6 ഉൾപ്പെടെ 77 റൺസാണ് ഇന്നലെ അടിച്ചെടുത്തത്. ഒരു വാട്ട് എ കം ബാക്ക്. അതായത് ഒരുപക്ഷെ ടീമിൽ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നാണ് ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നതും നല്ല പവർ ബാക്ക് ഇന്നിങ്സുകൾ കളിക്കുന്നതും. എസ്പെഷ്യലി ഇതുപോലുള്ള ICC നിർണായകമായ മത്സരങ്ങളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ വേൾഡ് കപ്പിൽ T20 വേൾഡ് കപ്പിൽ ഇത് 8ാമത് ചെയ്യാനാണ്. ഇതുവരെ 9 മത്സരങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും T20 വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയുള്ളത്. അതിൽ ഒരെണ്ണം മാത്രം പാകിസ്ഥാന് ജയിക്കാനായിട്ടുള്ളൂ. അത് 2021 ദുബായിൽ വെച്ചായിരുന്നു. പാകിസ്ഥാന് നിലവിൽ 4 പോയിൻ്റ് ആളുകൾ. ഒരു മത്സരം കൂടി ജയിച്ചാലോ സൂപ്പർ 8ലേക്ക് കിടക്കാനുള്ളത്. അതിനി നമീബിയ ആയിട്ടാണ്. അപ്പോൾ അതെന്തായാലും പാകിസ്ഥാൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ 8ൽ കിടക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഇന്നലെ മത്സരത്തിനിറങ്ങിയ പാകിസ്ഥാൻ ടീം കഴിഞ്ഞ മത്സരത്തിൽ അതേ ടീമിനെ തന്നെയാണ് ഇറക്കിയത്. പാകിസ്ഥാൻ ടീമിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങളുണ്ടായിരുന്നു. പരിക്കേറ്റ അഭിഷേക് ശർമ്മ വീണ്ടും തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. സഞ്ജുവിനെ പുറത്താക്കി. അതുപോലെ തന്നെ അർഷ്ദീപിന് പകരം കുൽദീപ് യാദവും വരുന്നു. കാരണം സ്പിന്നിന് കുറച്ചുകൂടിയും അനുകൂലമാണെന്നുകൊണ്ടാണ് ഒരു സ്പിന്നറും കൂടിയും എക്സ്ട്രാ ഇന്ത്യ ആഡ് ചെയ്തത്. പാകിസ്ഥാൻ്റെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്പിന്നേഴ്സ് തന്നെയായിരുന്നു. കാരണം അവർക്ക് ബോളിംഗാണ് അവരുടെ കുറച്ചുകൂടിയും ബെറ്ററായി നിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതലും സ്പിൻ ബോളേഴ്സ്. അപ്പോൾ സ്പിന്നിന് കൂടുതൽ, അതായത് ഇന്നലെ 20 ഓവറിൽ 18 ഓവറും എറിഞ്ഞത് സ്പിന്നേഴ്സാണ്. വെറും 2 ഓവർ മാത്രമേ പേസ് ബോളിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഷഹീൻ അഫ്രീദിയുടെ 2 ഓവറിലും നല്ല റൺസ് ഇന്ത്യ അടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ടോസ് ജയിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് അഭിഷേകും ഇഷാൻ കിഷനും കൂടിയായിരുന്നു. അഭിഷേക് ശർമ്മ വീണ്ടും പരാജയപ്പെട്ടു. ആദ്യ ഓവറിൽ തന്നെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ഖാൻ അഭിഷേകിനെ പുറത്താക്കുകയായിരുന്നു. വീണ്ടും ഒരു സ്കോർ ബോർഡ് തുറക്കാനാവാതെയാണ് അഭിഷേക് ശർമ്മ പുറത്തായത്. പിന്നാലെ തിലക് വർമ്മ വരുന്നു. അങ്ങനെ തിലകും ഇഷാനും കൂടി പവർ പ്ലേയിൽ പാകിസ്ഥാൻ്റെ കഥ ജയിച്ചു എന്ന് പറയാം. എസ്പെഷ്യലി തിലക് വർമ്മയ്ക്ക് അധികം ബോളൊന്നും സ്ട്രൈക്ക് ചെയ്യാൻ കിട്ടിയില്ല. ഇഷാൻ കിഷൻ തന്നെയായിരുന്നു കൂടുതലും ബാറ്റും സ്ട്രൈക്കൊക്കെ കളിച്ച്. എനിക്ക് തോന്നുന്നു തിലക് വർമ്മയ്ക്ക് സ്ട്രൈക്ക് തന്നെ കിട്ടുന്നത് ഇഷാൻ കിഷൻ ഔട്ടായ ശേഷമാണ്. കാരണം കൂടുതൽ ബോൾ സ്ട്രൈക്ക് ചെയ്തതും ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ 40 ബോളിൽ 77 റൺസ് എടുത്താണ് പുറത്താകുന്നത്. പാകിസ്ഥാൻ ഓൾറൗണ്ടർ സൈമോയിബുമാണ് ഇഷാൻ കിഷനെ പുറത്താക്കുന്നത്. പിന്നാലെ സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യകുമാർ യാദവ് ഒന്ന് തിലക് വർമ്മയായി ചെറിയൊരു പാർട്ട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് നിൽക്കുന്നതിടെ അങ്ങനെ സ്കോർ 126 നിൽക്കുകയാണ്. തൊട്ടടുത്ത പന്തിൽ തന്നെ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും പുറത്താക്കി പാകിസ്ഥാൻ ബോളർ സൈം അയൂബ് പാകിസ്ഥാനൊരു കംബാക്ക് നൽകുന്നത്. ഒരു പക്ഷേ ഓവർ 200-ന് മുകളിൽ സ്കോർ പോയേനെ. ഈവൻ ഹാർദിക്കും തിലക് വർമ്മയ്ക്കും ഒന്ന് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കുകയാണെങ്കിൽ ആ ഒരു ഹയസ്റ്റ് സ്കോറ് പോവാതെ പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു 175 ഒതുക്കിയത് ഈ ഒരു പെട്ടെന്നുണ്ടായൊരു ഷോക്കാണ്. കാരണം 2 വിക്കറ്റ് അടുപ്പിച്ച് പോയതോടുകൂടി ഇന്ത്യ ഒന്ന് പതറി. പിന്നാലെ സൂര്യകുമാറും ശിവൻ ദൂബെയൊക്കെ നിന്ന് ചേർന്ന് കളിച്ച് ഒരു 175-ലെത്തുകയായിരുന്നു. അവസാനം റിങ്കു സിംഗിൻ്റെ ചെറിയൊരു ഇന്നിങ്സും കൂടിയായപ്പോൾ ഇന്ത്യൻ സ്കോർ 20 ഓവറിൽ 175-ന് 7 എന്ന നിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ 175 എന്ന സ്കോർ ജയിച്ച് തുടങ്ങിയ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് പരിതാപകരമായിരുന്നു. പവർ പ്ലേയിൽ തന്നെ പാകിസ്ഥാൻ്റെ ബാബർ ആസം അടക്കമുള്ള 4 മുൻനിര ബാറ്റ്സ്മാൻമാരെ ഇന്ത്യൻ ബൗളർമാർ മടക്കി വയ്ക്കുകയായിരുന്നു. ആദ്യ ഓവർ തുടങ്ങിയ ഹാർദിക് പാണ്ഡ്യ തന്നെ പാകിസ്ഥാൻ്റെ കഴിഞ്ഞ മാച്ചിലെ ടോപ്പ് സ്കോററായിരുന്ന ഷഫ്സ്വാദ ഫർഹാൻ പുള്ളീനെ ആദ്യ ഓവറിൽ തന്നെ മടക്കി ഹാർദിക് പാണ്ഡ്യ ആ ഓവർ വിക്കറ്റ് നേടാനാക്കുകയും ചെയ്തു. 2ാം ഓവറിൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ ആദ്യ പന്ത് ഒരു സൈമൈബ് ഫേസ് ചെയ്ത് അതൊരു ലീഡിങ് അടിച്ചെടുത്ത് 6 ആയെങ്കിലും 2ാം ബോളിൽ LBW ആക്കി പുറത്താക്കുകയായിരുന്നു. ആ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ സൽമാൻ അലി ഖാൻ പുറത്താക്കി ജസ്പ്രീത് ബുംറ തന്നെ അവരുടെ മേലുള്ള ആദ്യ ആണി അടിക്കുകയായിരുന്നു. ആ ഒരു 13-ൽ 3 എന്ന നിലയിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് നിര തകർന്നു എന്ന് ഞാൻ പറയാം. പാകിസ്ഥാന് വേണ്ടി കുറച്ചെങ്കിലും കളിച്ചത് ഉസ്മാൻ ഖാനാണ്. 44 റൺസാണ് ഉസ്മാൻ ഖാൻ നേടിയത്.
അങ്ങനെ ഉസ്മാൻ ഖാനും ഷാദാബ് ഖാനും 5ാം വിക്കറ്റിൽ ഒരു ചെറിയ പാർട്ണർഷിപ്പൊക്കെ ഇന്ത്യക്ക് ഭീഷണിയായി വന്നെങ്കിലും അക്സർ പട്ടേൽ ആ ഭീഷണി അവസാനിപ്പിച്ചു. ഉസ്മാൻ ഖാനെ പുറത്താക്കി അക്സർ പട്ടേൽ ഇന്ത്യയെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നാലെ തന്നെ ഷാദാബ് ഖാനെയും പുറത്താക്കി ഇന്ത്യ വിജയം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ ഒരു തിരിച്ചുവരവൊന്നും ഉണ്ടായില്ല. അങ്ങനെ 114 റൺസിന് പാകിസ്ഥാൻ അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. ഇന്ത്യക്ക് 61 റൺസിൻ്റെ ആധികാരിക ജയം. അപ്പോൾ അടുത്ത ഇന്ത്യയുടെ മത്സരം നെതർലാൻഡ്സിനെതിരെയാണ്. അഹമ്മദാബാദിലാണ് അടുത്ത ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം. ഈ ഒരു മത്സരം കൂടി ജയിച്ച് ഇന്ത്യ സൂപ്പർ 8-ലുള്ള ടീമുകളെ നേരിടാൻ ഇരിക്കുകയാണ്. സഞ്ജു സാംസണ് ഇനി അവസരം കിട്ടുമെന്ന് അറിയില്ല. കാരണം അഭിഷേക് ശർമ്മ ഓൾറെഡി ഫോം ഔട്ടാണ്. കാരണം റീസെൻ്റ്ലി 3-4 ഇന്നിങ്സായി ഡക്കിനും ചെറിയൊരു സ്കോറിനൊക്കെ പുറത്താൻ തുടങ്ങിയിട്ട്. എന്നാലും അഭിഷേക് ശർമ്മ തന്നെ ഇറക്കാനായിരിക്കും കൂടുതലും സാധ്യത. കാരണം സഞ്ജുവിൻ്റെ കാര്യം അത്ര നല്ലതെന്നില്ലല്ലോ. ഒരു ഇന്നിങ്സിൽ പോലെ ഒരു 30+ സ്കോർ ഇതുവരെ അതായത് ഈവൺ ഒരു 5-6-7 മത്സരമായിട്ടും സഞ്ജുവിന് ഒരു 30+ സ്കോർ നേടാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്കൊക്കെ നോക്കുമ്പോൾ അഭിഷേകിന് തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടം കടന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് അവസരം കൊടുത്തുകൂടാ എന്നൊന്നുമില്ല. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്കാണ്, വേറെ ഒന്നും സംഭവിച്ചില്ല. അത് പരിക്കോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും. ഇന്ത്യൻ ടീമിൽ വേറെ മാറ്റങ്ങൾ വരാനും സാധ്യതയില്ല. ഒരു പക്ഷേ ഇന്നലെ കളിച്ച സ്പിന്നർ കുൽദീപിനെ മാറ്റി വീണ്ടും ഒരു ഫാസ്റ്റ് ബോളറെ ആഡ് ചെയ്തൊന്നുമില്ല. കാരണം ഇന്നലെ സ്പിൻ ബോളിംഗ് അറ്റാക്ക് ആയിരുന്നല്ലോ. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞ ഒരു റിവൽറി ആ ഒരു മൂഡൊക്കെ മാറി അതായത് ഒരു എൽ ക്ലാസിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കൂടുതൽ മത്സരങ്ങൾ ഇന്ത്യ തന്നെയാണ് ജയിച്ചത്. ഒരു മത്സരത്തിൽ മാത്രം പാകിസ്ഥാൻ ജയിച്ചുള്ളൂ. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.